നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. FC ബാഴ്സലോണ പരാജയപ്പെട്ട് കോപ്പ ഡെൽ റേയിൽ നിന്ന് പുറത്തായിരിക്കുന്നു. ക്വാർട്ടർ ഫൈനലിൽ എക്സ്ട്രാ ടൈമിൽ 4-2 അവർ പരാജയം രുചിച്ചിരിക്കുന്നത്. മത്സരത്തിൽ 90 മിനിറ്റ് കഴിയുമ്പോൾ 2-2 സമനില. പിന്നെ എക്സ്ട്രാ ടൈമിൽ വില്യംസ് ബ്രദേഴ്സ്, ഇനാക്കി വില്യംസും നിക്കോ വില്യംസും നേടിയ ഗോളുകളാണ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്ക് വിജയം സമ്മാനിച്ചത്. കളിയിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി റോബർട്ട് ലെവൻഡോസ്കിയും ലാമിൻ യമാലുമാണ് ഗോളടിച്ചത്. അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്ക് വേണ്ടി ഗുർസെറ്റ, സാൻസെറ്റ്, ഇനാക്കി വില്യംസ്, നിക്കോ വില്യംസ് എന്നിവർ ഗോളുകൾ കണ്ടെത്തി. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ തുടക്കമായിരുന്നു. ആദ്യ മിനിറ്റിൽ തന്നെ അവർ ഗോൾ കൺസീഡ് ചെയ്തു. ഇതിപ്പോൾ ഈ സീസണിൽ 3-ാം തവണയാണ് ആദ്യ മിനിറ്റിൽ ബാഴ്സലോണ ഗോൾ കൺസീഡ് ചെയ്യുന്നത്. ഗുർസെറ്റ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയെ മുന്നിലെത്തിച്ചത് 1-ാമത്തെ മിനിറ്റിൽ. പിന്നെ റോബർട്ട് ലെവൻഡോസ്കി 26-ാമത്തെ മിനിറ്റിൽ ബാഴ്സലോണയെ ഒപ്പമെത്തിക്കുന്നു. തുടർന്ന് 32-ാമത്തെ മിനിറ്റിൽ ഒരു കിടിലൻ ഗോൾ, മെസ്സി സ്റ്റൈൽ ഗോൾ എന്നൊക്കെ പറയണം. അങ്ങനെ ഓടിക്കയറി കിടിലൻ ഒരു ഷോട്ടിലൂടെ പന്ത് വലയിലേക്ക് എത്തിച്ച് ലാമിൻ യമാൽ കോപ്പ ഡെൽ റേയിൽ ഗോൾ അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറി. ബാഴ്സലോണയ്ക്ക് ലീഡ് നേടിക്കൊടുത്തു. ഇടവേള സമയത്ത് ബാഴ്സലോണ 2-1 മുന്നിലാണ്. പക്ഷേ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ സാൻസെറ്റിലൂടെ ഗോൾ അടിച്ചുകൊണ്ട് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ ഒപ്പമെത്തുന്ന കാഴ്ച കണ്ടു. 49-ാമത്തെ മിനിറ്റിൽ സ്കോർ ലൈൻ 2-2. പിന്നെ കളി പുരോഗമിക്കവേ ബാഴ്സലോണയ്ക്ക് വിജയത്തിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ലാമിൻ യമാൽ തന്നെ 2 അവസരങ്ങൾ പാഴാക്കി. ഒരു ഘട്ടത്തിൽ ഗോളി പോലും മുന്നോട്ട് കയറി വന്ന് ഓപ്പൺ പോസ്റ്റിലേക്ക് അദ്ദേഹം അടിച്ച പന്ത് പറന്നു പോകുന്ന കാഴ്ച. മറ്റൊരിക്കലും അദ്ദേഹത്തിന് ഒരു ക്ലിയർ ചാൻസ് നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ കളി 90 മിനിറ്റ് കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലേക്ക് പോയപ്പോൾ വില്യംസ് ബ്രദേഴ്സ് 2 ഗോളുകൾ നേടിക്കൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. ഇനാക്കി വില്യംസ് 105-ാമത്തെ മിനിറ്റിലാണ് അവർക്ക് വേണ്ടി, അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്ക് വേണ്ടി ലീഡ് നേടിക്കൊടുക്കുന്നത്. നോക്കുക, അദ്ദേഹം ഹാഫ് കോണിൽ ഗാനയ്ക്ക് വേണ്ടി കളിച്ച് തിരികെ എത്തി 48 മണിക്കൂറിനകം കളിക്കാനിറങ്ങി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. നിക്കോ വില്യംസ് കളിയുടെ അവസാനത്തിൽ ഒരു ഗോൾ കൂടി കണ്ടെത്തിയപ്പോൾ 4-2 വിജയവുമായിട്ട് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ മുന്നോട്ട്. പരാജയത്തോടു കൂടി ബാഴ്സലോണ പുറത്തേക്ക്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.